നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ത്യക്കെതിരെ വലിയ സാമ്പത്തിക വെല്ലുവിളി നടത്തി ഡൊണാൾഡ് ട്രംപ്. ആ ഘട്ടത്തിലാണ് ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ രാജ്യ താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന് നരേന്ദ്രമോദി ആവശ്യപ്പെടുന്നു. സ്വദേശി നയം കൂടുതൽ ശക്തമായി നടപ്പിലാക്കാനുള്ള നീക്കം എന്ന സൂചന നരേന്ദ്രമോദി നൽകുന്നു. സ്വദേശി നയത്തിന് അമേരിക്കയുടെ ഭീഷണിയെ തടയിടാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ശ്രീ മുഹമ്മദ് മഞ്ചേരി. ശ്രീ മുഹമ്മദ്, സ്വദേശി നയത്തിൻ്റെ പ്രാധാന്യം ഇന്ത്യ കൂടുതൽ തിരിച്ചറിയുന്നൊരു കാലഘട്ടത്തിലേക്കാണോ നമ്മൾ നീങ്ങുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. അത് തീർച്ചയായിട്ടും ഇപ്പൊ സാറ് പറഞ്ഞാലാണ് അത് വരാൻ പോണത്. അതിൽ കഴിഞ്ഞു വേറൊന്നുമില്ല. അദ്ദേഹത്തിനെ കൊണ്ടുപോയിക്കാണ്ട് അത് ഒക്കെപ്പാടെ പിത്തനാക്കുകയാണ്. അത് നമ്മളെ വരക്കണ എല്ലാ കാര്യങ്ങളുമാണ് ചെയ്തുണ്ടാക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കേശവൻ ആന്ധ്രാപ്രദേശ്. കേശവദാസ്. ഓക്കെ, യെസ്, കേശവദാസ്. കേശവദാസ് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് വിളിക്കുന്നത്. അതെ സാർ. ആന്ധ്രാപ്രദേശിൽ എവിടെ? തിരുപ്പതി. നിയർ തിരുപ്പതി. അപ്പം തിരുപ്പതിയിൽ നമുക്ക് ധാരാളം പ്രേക്ഷകരുണ്ട് എന്ന് മനസ്സിലാക്കാം. ഏതായാലും അങ്ങേക്കും അവിടെയുള്ള നമ്മുടെ ന്യൂസ് 18 പ്രേക്ഷകർക്കും ഒക്കെ പൊതുവേദിയുടെ ആശംസകൾ. ഈ ട്രംപിൻ്റെ നിലപാടിനെ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിന് പുറത്തുള്ള മലയാളികൾ കാണുന്നത്? നമ്മുടെ സ്വദേശി പ്രസ്ഥാനത്തിന് കരുത്താർജിക്കേണ്ട ഒരു കാലം എന്ന് സന്ദേശം എല്ലാവരിലും പരക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സാർ. ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇന്ത്യക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ 50% പ്രോബ്ലം തീരും. നമ്മൾ വെറും എക്സ്പോർട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്കുള്ള പ്രശ്നം. വീണ്ടും നമ്മുടെ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ടാക്സ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് പ്രശ്നം. ഇന്ത്യയിലെ ഈ ഡിഫറന്റ് ടാക്സ്, ഹൈയസ്റ്റ് ടാക്സ്, ഇതാണ് ഇന്ത്യയിലത്തെ പ്രശ്നം. ഇത് കൂടുതലാണെന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ കേശവദാസ് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാൻ ബാങ്കിലല്ല, ഞാനൊരു ബിസിനസ്സാണ് സാർ. ബിസിനസ്സാണ്. അപ്പൊ ബിസിനസ്സുകാർക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും അല്ലേ? അതെ. അപ്പൊ നികുതിയാണ് നിങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം. അതെ, പലതരത്തിലുള്ള നികുതികളാണ് നമുക്ക്. ഞാൻ ഒരു എക്സ്പോർട്ട് ബേസ് ചെയ്ത ഫാക്ടറി, മീൻസ് ഫാബ്രിക് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഫാക്ടറിയാണ്. അതില് GSTയുടെ റിട്ടേൺ ഒക്കെ ഉണ്ട്, ഇല്ല എന്നും പറയാനില്ല. പക്ഷെ ഡിഫറന്റ് ടാക്സ്, അങ്ങനത്തെ ഒരു ഭയങ്കര പ്രശ്നത്തിലാണ് നമ്മുടെ ഇന്ത്യയില് സാധനം. നമ്മള് ടു ടാക്സ്ഡ് അല്ലെങ്കിൽ അമിതമായി നികുതിയുടെ ഭാരം ചുമക്കുന്ന ആളുകളാണോ ശരാശരി ഇന്ത്യൻ വ്യാപാരി? യാതൊരു സംശയമില്ല സാർ, 100% കറക്റ്റ്. അതാണ് നമ്മളെ ഇന്നത്തോളം ഈ അമേരിക്ക പോലത്തെ രാജ്യങ്ങൾ നമ്മളെ മിരട്ടിയിട്ടിരിക്കുന്ന കാരണങ്ങൾ ഈ ടാക്സിന്റെ സിസ്റ്റം കാരണമാണ്. അപ്പൊ ടാക്സ് കുറയ്ക്കാൻ, ടാക്സ് ഇപ്പൊ കുറെ സമയം ആദായ നികുതി കുറച്ചിട്ടുണ്ട്. മറ്റ് മേഖലകളിൽ കൂടി ഗണ്യമായ ഒരു ടാക്സ് കുറവ് അല്ലെങ്കിൽ നികുതി ഇളവ് വേണം എന്നാണ് താങ്കളെ പോലുള്ള വ്യാപാര രംഗത്തുള്ള കേരളത്തിന് പുറത്തുള്ള മലയാളികൾ പ്രധാനമായി ആഗ്രഹിക്കുന്നത് അല്ലേ? യെസ്. ഏതായാലും വളരെ നന്ദി ശ്രീ കേശവദാസ് അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഓക്കെ, എന്നോടൊപ്പം ചേരുന്നു ശ്രീമതി കൃഷ്ണ. നമസ്കാരം. ശ്രീമതി കൃഷ്ണ, ഈ ചുങ്ക തർക്കത്തെ കുറിച്ചൊക്കെ കേട്ടിരുന്നോ? എന്ത് തോന്നുന്നു? ഇന്ത്യ അമേരിക്കക്ക് മുന്നിൽ അടിയറവ് പറയും എന്ന് ഭയക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? തീരുമാനമുണ്ട് സാർ. അതിൽ അദ്ദേഹം നിറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലോക സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം തന്നെ യുദ്ധം ഉണ്ടാക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും നടക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സന്തോഷ് എന്നോടൊപ്പം ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സന്തോഷ് കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. സന്തോഷ്, കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ പരിപ്പായി. ഓക്കെ. അപ്പോൾ ശ്രീ സന്തോഷിന് എന്ത് തോന്നുന്നു? ഒരു പ്രേക്ഷകൻ പറയുന്നത് ഇത് വലിയ നികുതി ഭാരം ഇപ്പോൾ നമ്മുടെ വ്യാപാരികൾക്ക് മുകളിലുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഒരു ടാക്സ് ഹോളിഡേ കൊടുത്ത് അവരെ കുറേ കൂടി ഒന്ന് ഊർജ്ജസ്വലരാക്കിയാൽ ഈ സ്വദേശി നയം, സ്വദേശി പ്രസ്ഥാനം വീണ്ടും കരുത്താർജിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെ സൂചനയാണ് നൽകുന്നത് സന്തോഷ്? അത് നമ്മുടെ മലയാളികൾക്ക് നേട്ടിന്റെ പണിയാണ്. മലയാളി ബിസിനസ്സുകാർക്കെല്ലാം വ്യാപാരികൾക്ക് നേരുന്ന ട്രംപിന്റെ എന്ന് പറയുക ഏകാധിപത്യ ഭരണം പോലെയാണ് ഇപ്പൊ കഴിഞ്ഞു പോകുന്നത്.
ഇന്ത്യൻ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി വരെ ട്രംപിന് വിധേയനായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അദ്ദേഹം നേരെ തിരിച്ചല്ലേ പറയുന്നത്? ട്രംപ് സ്വദേശി നയം പ്രഖ്യാപിക്കണം, രാജ്യം വലിയ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു, അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുന്നു, പിഴച്ചുങ്കവും ഒക്കെ നടത്താൻ ഒക്കെ പിഴച്ചുങ്കമൊക്കെ ഏർപ്പെടുത്താൻ ട്രംപ് തുനിയുമ്പോഴാണ് പ്രധാനമന്ത്രി പറയുന്നത് രാജ്യം ജാഗ്രത പാലിക്കണം, സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രതിജ്ഞയെടുക്കണം എന്ന്. അപ്പൊ അതെല്ലാ രാജ്യത്തെ ആ നിയമത്തോടു കൂടി പോകാൻ കഴിയുമോ നമുക്ക് എല്ലാവർക്കും? കഴിയോ? സ്വദേശിവൽക്കരണം മാത്രമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? നമ്മൾ മറ്റുള്ള വിദേശങ്ങളിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കണം, നമ്മുടെ ഇവിടെയുള്ള ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യണം, അങ്ങനെയല്ലേ നമ്മൾ പോകുന്നത്. അല്ലാണ്ട് ഒരു സ്വദേശിവൽക്കരണം മാത്രം കൊണ്ട് ഏത് രാജ്യത്ത് നിലനിൽക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് അതിന് ഇപ്പൊ ട്രംപിന് തടയിടാൻ എന്താണ് ഒരു പോംവഴി എന്നാണ് താങ്കൾ കരുതുന്നത്? ട്രംപിന് തടയിടാൻ പോംവഴി എന്ന് പറഞ്ഞാൽ നമ്മള് അതിനെ ബഹിഷ്കരിക്കണം, അത്രേ പറ്റുമല്ലോ. അതാണ്ട് ഇതൊന്നും നടക്കുന്ന നയമല്ല ഇത്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സന്തോഷാണ് എന്നോടൊപ്പം ചേർന്ന്. സന്തോഷ് പറയുന്നത് അങ്ങനെ അത് എളുപ്പമല്ല എന്നാണ്. ഓക്കെ, മിഥുൻ പാലക്കാട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. മിഥുൻ കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ജിതിനാണ് പാലക്കാട്. ജിതിൻ. പക്ഷേ എനിക്ക് പേരടിച്ച് വന്നത് മിഥുൻ എന്നാണ്. അപ്പം ഞാൻ മിഥുൻ ആരാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. പക്ഷേ ജിതിൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ ജിതിൻ, ഈ സ്വദേശി നയം എങ്ങനെയാണ് ഇനി കരുത്താർജിക്കുമെന്ന് കരുതാനാകുമോ? ഒരു ആധുനിക ലോകക്രമത്തിൽ അതുകൊണ്ട് മാത്രം അമേരിക്കയെ പോലെ ഒരു രാജ്യത്തെ നമുക്ക് നേരിടാനാകുമോ? അല്ല, ഇപ്പൊ ട്രംപ് കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ പ്രസക്തി ഇപ്പോ ലോകത്തിന്റെ ഇടയിൽ അതിന്റെ ഒരു പ്രസക്തി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ മാറുന്നു എന്ന് അവർ ഭയപ്പെടുന്നു. അതിന്റെ ഒരു വിരളി കൊണ്ട് പുള്ളി കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പുള്ളി ഭയപ്പെടുന്നത് ബ്രിക്സിനെയാണ്. നമുക്ക് നോക്കിയാൽ ബ്രിക്സ്, ട്രംപ് പലവട്ടം ബ്രിക്സിനെ വിമർശിച്ചും ബ്രിക്സ് എങ്ങനെയാണെന്നൊക്കെ മോശമാണ് ശരിയല്ലെന്നൊക്കെ പറയാം. പക്ഷെ ശരിക്കും ഭയപ്പെടുന്നത് ബ്രിക്സിന് തന്നെയാണ്. കാരണം റഷ്യയുടെ നേതൃത്വത്തിൽ റഷ്യ, ചൈന, ഇന്ത്യ, ബ്രിക്സിൽ തന്നെ ഒരു 3 പില്ലേഴ്സായിട്ട് നമ്മൾ 3 നിൽക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യ ആയാലും ശരി, റഷ്യ ആയാലും ശരി, ചൈനയായിട്ടും നമ്മൾ സഹകരിക്കാവുന്ന മേഖലയിൽ സഹകരിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു 3 കൺട്രീസായി മാറും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അമേരിക്കയുടെ ആ മേധാവി നഷ്ടപ്പെടും. പിന്നെ നമ്മൾ ബ്രിക്സ് ഒരു കറൻസിയും കൂടെ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോളറിന്റെ പ്രശ്നങ്ങളും വരും. അപ്പൊ ഇതാണ് അമേരിക്ക ഭയപ്പെടുന്നത്. വാസ്തവത്തിൽ ഇന്ത്യയുടെ വളർച്ച അമേരിക്ക ഭയപ്പെടുകയാണ്, അല്ലാതെ. പക്ഷെ നമുക്ക് ജിതിൻ ഈ ചൈനയെ വിശ്വസിക്കാൻ കഴിയുമോ? ചൈന കച്ചവട താല്പര്യങ്ങളൊക്കെ അവർക്ക് മുന്നിലുണ്ട്. പക്ഷേ എല്ലാ ഘട്ടത്തിലും വിശ്വസിക്കാവുന്ന ഒരു അയൽക്കാരനാണോ ചൈന? പാകിസ്ഥാൻ്റെ ഉറ്റമിത്രമാണ് എന്നത് കൂടി നമ്മൾ ഓർക്കണം. മാത്രമല്ല, ഇന്ത്യയെപ്പോലെ കുറഞ്ഞ ചെലവിൽ അതായത് വലിയ ജനസംഖ്യയുള്ളൊരു രാജ്യമെന്ന നിലയിൽ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദനക്ഷമതയുള്ളൊരു രാജ്യം കൂടിയാണ് ചൈന. അങ്ങനെയുള്ളൊരു രാജ്യത്തെ കൂട്ടുപിടിക്കുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? ഇല്ല, റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ, ചൈന സഹകരിക്കേണ്ടത് റഷ്യയുടെ ആവശ്യം കൂടിയാണ്. അപ്പൊ നമ്മളോട് സഹകരിക്കാവുന്ന ചില മേഖല നമുക്കും ചൈനയായിട്ടുണ്ട്. അപ്പൊ നോക്കിയത് ഇപ്പൊ നമ്മൾക്കെതിരെ വ്യാപാരത്തിൽ പോകുന്ന നികുതി ഏർപ്പെടുത്തിയതും ഇപ്പൊ അതൊക്കെ ഈ വിഷയമൊക്കെ ചൈനയ്ക്കും പ്രശ്നമാണ്. അപ്പൊ ചൈനയും ചില സഹകരിക്കാവുന്ന മേഖല സഹകരിക്കും, മറ്റു മേഖല വിട്ടുനിന്നാലും അതും ഒരു പ്രശ്നമായിട്ട് അത് നമുക്ക് അത് ചൈന സഹകരിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അതും ഒരു വിഷയം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ആഗോളതലത്തിൽ നമ്മുടെ സ്വാധീനം വർദ്ധിക്കുന്നു. ഇപ്പൊ നമ്മളിപ്പോ അമേരിക്കയുടെ ഏറ്റവും സഖ്യരാജ്യം എന്ന് പറയുന്ന ഇസ്രായേലാണ്. പക്ഷെ നമുക്കൊരു പ്രശ്നം വന്നാൽ ഇസ്രായേൽ മുൻകൈയെടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അമേരിക്ക പറഞ്ഞാൽ പോലും, അമേരിക്ക ഇസ്രായേൽ വിലക്കിയാൽ പോലും ഇസ്രായേൽ നമ്മളെ സഹായിക്കുന്ന നിർത്തില്ല. അപ്പൊ നമുക്ക് ഈ ലോകത്തിലെ പല രാജ്യങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്നു എന്നാണ് അമേരിക്ക ഭയപ്പെടുത്തുന്നത്. കാരണം അമേരിക്ക ഇപ്പൊ നാറ്റോ സഖ്യമുണ്ട്, ഇങ്ങനെ ഉണ്ടെങ്കിലും ഇസ്രായേൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിപ്പോ അമേരിക്ക ഇസ്രായേലിനെ കൊണ്ട് ഇന്ത്യയെ സഹായിക്കേണ്ട എന്ന് പറഞ്ഞാൽ പോലും ഇസ്രായേൽ നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മൾ ഒരു ആഗോള, നമ്മൾ പറയുന്ന ഇപ്പോ UN സ്ഥിരാംഗത്വമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരു ആഗോള ശക്തിയെ വളരാൻ കഴിയുന്നുണ്ട്. അത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നു. അതാണ് അതിന്റെ പിന്നിലുള്ള. നമുക്ക് അമേരിക്കയിൽ നിന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ശ്രീ പ്രദീപ് ബർമുഡ ട്രയാങ്കിളിലൊക്കെ ചെന്നു. അതിന്റെ ദൃശ്യങ്ങൾ, ചിത്രങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു. വളരെയധികം സന്തോഷം. ഞാനത് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കായി ഇവിടെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാനത് എടുക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ അത് ഫീഡ് ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ, നമുക്കത് അടുത്ത ദിവസം പ്രദീപ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കായി പ്രദീപ് ബർമുഡയിൽ നിന്ന് അയച്ചു തന്ന ആ ചിത്രങ്ങൾ പങ്കുവയ്ക്കാം. ഏതായാലും ഇതിപ്പോൾ ഒരു ഇന്ത്യ അമേരിക്ക തർക്കത്തിൻ്റെ ഒരു വക്കിലാണ്. അമേരിക്ക 25% താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറയുന്നു. റഷ്യൻ എണ്ണ വാങ്ങരുതെന്ന് പറയുന്നു. റഷ്യൻ എണ്ണ വാങ്ങിക്കും എന്ന നിലപാട് ഇന്ത്യ തുടരുന്നു. ഒപ്പം പ്രധാനമന്ത്രി സ്വദേശി, മേക്ക് ഇൻ ഇന്ത്യ എന്ന വാദം ശക്തമായി ഉയർത്തുമ്പോൾ അത് എങ്ങനെയാണ് കാണുന്നത് അമേരിക്കൻ മലയാളികൾ? നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം.
പിന്നെ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ബർമ്യൂഡ. അതാണ് അത്രയും സൗന്ദര്യമുള്ള രാജ്യം ഞാൻ അയച്ചു തന്നത്. അതെ, ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനത് ഇന്ന് പ്രേക്ഷകർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചതാണ്. നോക്കട്ടെ, അത് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഞാനത് ഇടാൻ പറയാം. ഓക്കെ. ഞാൻ ഈ പോണ സ്ഥലത്തൊക്കെ ഞാൻ പറഞ്ഞ 3 months 4 months ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയങ്ങളിൽ ഞാൻ അത് കോപ്പി ചെയ്ത് എടുത്ത് വെക്കും. അത് എനിക്കും ഏറ്റവും ഇഷ്ടമാണ്. ഞാനൊരു 42 രാജ്യങ്ങൾ പോയതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഈ ബർമ്യൂഡ. അതിനേക്കാൾ സുന്ദരമായ നാട് ഇന്ത്യ തന്നെയാണ്. ഓക്കെ. അപ്പോഴേ ഇതില് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ മനു, ഇപ്പൊ ഇവിടെ 1 കിലോ ഒരു പൗണ്ട് 1 പൗണ്ട് ആപ്പിളിന് നമ്മൾ കൊടുക്കേണ്ടത് $5 ആണ്. ഇത് ഈ ട്രംപ് വരുന്നതിന് മുമ്പ് അത് $3.99 ആയിരുന്നു. അതായത് ലോകത്തിൽ തന്നെ ഈ ട്രംപ് ശരിക്കും കാണിച്ചു കൂട്ടുന്ന ഈ ഒരു പരിപാടി, ബേസിക്കലി ട്രംപ് ഇപ്പോ അമേരിക്കയുടെ ഒരു വെൽത്തി മാത്രമേ നോക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരിക്കലും ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കൂട്ടത്തിൽ നമ്മൾ 3 പേരെ കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രൂപ്പായി മാറും ഇന്ത്യ, ചൈന, റഷ്യ. നമുക്ക് വേണ്ട ബ്രസീലിനെ മാറ്റി നിർത്താം. പക്ഷെ നമ്മൾ ഒരു സത്യം ഒരു ഏറ്റവും വലിയ സത്യം നോക്കിയാൽ ചൈന എന്നൊരു രാജ്യത്തിന്റെ ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. ഒരു സൈഡിൽ കൂടെ നമ്മൾ ശത്രുവിനവരുണ്ടാക്കും, മറു സൈഡിൽ ഒരു ബോർഡർ ഇഷ്യൂ ഉണ്ടാക്കും. നമ്മൾ വളരുന്നു എന്ന് കാണുന്നത് തന്നെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ് എ ഗെയിം മേക്കർ. കളി തന്നെ അയാൾ തന്നെ കളിപ്പിക്കുന്നു. ഇതാണ് ശരിക്കും ചെയ്യുന്നത്. ഫസ്റ്റ് ഇദ്ദേഹം വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ട്രംപ് ഒരു ബിസിനസ്സാണ്. അമേരിക്ക ഇസ് എ ബിസിനസ് കൺട്രിയാണ്. അവരുടെ ലക്ഷ്യം അവരുടെ പൗരന്മാരും അവരുടെ നാടും മാത്രമാണ്. പക്ഷെ ഞാൻ ആ ഒരു കാര്യത്തിൽ മിസ്റ്റർ മോദി, ഐ എം റിയലി റെസ്പെക്ട് ഹിം, ഐ റിയലി ലൈക്ക് ഹിം. ദ വൺ ഓഫ് ദ റീസൺ പുള്ളി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് 0 താരിഫ് കിട്ടുമായിരുന്നു. നമുക്ക് 20 അദ്ദേഹം ഇവിടുത്തെ നോക്കി, അദ്ദേഹം ജനങ്ങളുടെ വെൽത്തി മാത്രം നോക്കി. സോ എന്റെ വ്യക്തിപരമായ അഭിപ്രായം, നമ്മൾ 60% ഉള്ളൊരു മാർക്കറ്റാണ്, ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ്. എമർജിംഗ് പവറാണ്. ലോകത്തെ സൂപ്പർ പവർ ആവാൻ ആഗ്രഹിക്കുന്ന രാജ്യം, അത് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന രാജ്യമാണ്. ഒപ്പം നമ്മുടെ GDP എല്ലാവരെക്കാളും വളരെ മേലെയാണ്. സോ സ്റ്റിൽ ഗ്രോയിങ് കൺട്രിയാണ്. നമ്മൾ തളരേണ്ട കാര്യമില്ല. നമുക്ക് എന്താ ഇല്ലാത്ത, നമുക്ക് പിന്നെ ആവശ്യമില്ലാത്ത കുറെ സ്റ്റുപ്പിഡിറ്റി തിങ്സ് ഉണ്ട് നാട്ടിനകത്ത്, പരസ്പരം അടിയും ബഹളങ്ങളൊക്കെ. അല്ലാതെ നമ്മുടെ രാജ്യത്തെ പോലെ ഫാസ്റ്റ് ആയിട്ട് വളരുന്നതും ഒരു രാജ്യം നിലവിൽ തന്നെ ഇല്ല. സോ ഇന്ത്യ ഈസ് എ വെരി പവർഫുൾ കൺട്രി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യക്കകത്ത് തന്നെ പല ഗുണം ചെയ്യും. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇന്ത്യക്കകത്ത് കിട്ടും. കുറെ ഗുണമുണ്ടാവും. ഇന്ത്യ വളരുകയാണ് ചെയ്യണത്. ഇന്ത്യയെ ഏതൊക്കെ രാജ്യം എപ്പോഴെല്ലാം തളർത്താൻ നോക്കിയിട്ടുണ്ടോ നമ്മൾ അതിന് 3 ഇരട്ടി വളരും. സോ I trust Modi. So the country will stand our own feet and the country is going to be number 1 in the world soon. Thank you so much. ഓക്കെ. ഏതായാലും പ്രദീപിൻ്റെ ബർമുഡയിലെ ദൃശ്യങ്ങൾ ഞാൻ ഈ നമ്മുടെ ഇന്നത്തെ പൊതുവയിൽ തന്നെ ഉൾപ്പെടുത്താൻ ഉള്ള ശ്രമം നടത്തുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒരു ഇടവേളയ്ക്ക് അടുപ്പിച്ചത് പ്രേക്ഷകർക്ക് കാണിക്കാം. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം. താങ്ക് യു പ്രദീപ് ഫോർ ജോയിനിങ് ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, വിനീഷ് വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. വിനീഷ്, സ്വദേശിവൽക്കരണം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള വ്യാപാര സമൂഹത്തെ ഒരുപക്ഷെ വലിയ തോതിൽ ഗുണകരമായി ബാധിക്കും എന്ന് പറയാം. പക്ഷേ ഒരു ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിടാൻ അങ്ങനെ ഇനി നമുക്ക് കഴിയുമോ? മനു, അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങുന്നില്ല എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഒരുപക്ഷെ ഈ നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രസ്താവനകൾ. കാരണം സ്വദേശി ഉൽപ്പന്നങ്ങൾ, ഇന്ത്യ 140 കോടിയുള്ള ജനങ്ങളിൽ കൂടുതലായി സ്വദേശി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഇന്ത്യക്ക് സുഗമമായി സാധിക്കും. എന്തിനും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട തരത്തിലേക്ക് രാജ്യം അല്ല ഒരുപക്ഷെ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. മേക്ക് ഇൻ ഇന്ത്യ നമുക്ക് വേണ്ടതാണ്, സ്വദേശി താല്പര്യം നമുക്ക് വേണ്ടതാണ്. പക്ഷേ ഒരു വലിയ പ്രശ്നം, ഈ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാതിരുന്നാൽ നമുക്കൊരു മത്സര നിലവാരം ഉണ്ടാകില്ല എന്ന് നമ്മൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളിലെ അനുഭവം വെച്ച് പഠിച്ചു. കാരണം പുറത്തു നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള സംവിധാനങ്ങൾ, ഉൽപ്പന്നങ്ങൾ വരുമ്പോഴാണ് ആഗോള നിലവാരത്തിലേക്ക് ഉയരാനായി ഇന്ത്യൻ ഉൽപ്പാദകർക്ക് ഒരു കരുത്തുണ്ടാകുന്നത്, അതിനുള്ള ഒരു എന്തൂസിയാസം ലഭിക്കുന്നത്. അപ്പം നമ്മൾ അടച്ച വാതിലുകൾക്കകത്ത് വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് പുരോഗതി ഉണ്ടാകില്ല. അത് സ്വാഭാവികമായി ആളുകൾ വാങ്ങിക്കാതെയാകും. വീണ്ടും അത് ആ വ്യാപാരത്തെ ഒരു റിവേഴ്സ് സൈക്കിൾ പോലെ ബാധിക്കും എന്നൊക്കെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ പ്രഖ്യാപനങ്ങൾ ഒരു വശത്തുണ്ട്. മറുവശത്ത് നമുക്ക് ഈ സ്വദേശി നയം കുറെ കൂടി കടുപ്പത്തിൽ ആക്കാൻ കഴിയുമെന്ന് പറയുമ്പോഴും അത് ഉൾക്കൊള്ളാൻ ഈ നാട് തയ്യാറാകുമോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. അതിന് വിനീഷിന് എന്ത് തോന്നുന്നു? അത് സാധ്യമാണെന്നാണോ?
മനു, ഈ പഴയ ഇന്ത്യയല്ല ഇപ്പോഴുള്ള ഇന്ത്യ. പഴയ 92-ലും 2000-ലും 2010-ലും ഉള്ള ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ. ഇപ്പോഴത്തെ ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നോ അത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള, ഭാരതത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കരുത്തുള്ള സർക്കാരും ഒക്കെ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു കരുത്തനായി തന്നെയാണ് ഈ മോദി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ 140 കോടി ജനങ്ങളെ ലക്ഷ്യം വെച്ചാണ് വിദേശ രാജ്യങ്ങളിൽ ഈ അമേരിക്ക അടക്കം അവരുടെ ഉൽപ്പന്നങ്ങൾ ചെലവാക്കണം എന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ. മറിച്ച് ഇന്ത്യയിലുള്ള ഇത്രയും ജനങ്ങളുള്ള ഇന്ത്യക്ക് സുഗമമായി തന്നെ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഇത് വിറ്റഴിക്കാനും സ്വന്തം രാജ്യത്ത് വിൽക്കാനും സാധിക്കും. ഇപ്പോൾ വിദേശത്ത് ഒരു അത്യാധുനിക ഫോണോ സംവിധാനങ്ങളോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ഇന്ത്യയിലെത്തുന്ന സംവിധാനങ്ങളുണ്ട്. ഇന്ത്യയിൽ അത് മാത്രമല്ല, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങേണ്ട ഒരു കാര്യവുമില്ല. കാരണം ട്രംപിന് അവരുടെ രാജ്യം മാത്രമാണ്, അവരുടെ രാജ്യം അവരുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ലക്ഷ്യം. പക്ഷെ അതേപോലെ തന്നെയാണ് അതിനേക്കാളും അപ്പുറത്താണ് ഈ നരേന്ദ്രമോദി കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് അറിയാം, ഇന്ത്യ ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ല, വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായി തന്നെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കും, വിറ്റഴിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തും. ഒരു ഉത്തമ ഉദാഹരണം, ഈ ബൈക്കോട്ട് ഈ മാലദ്വീപ് വന്നപ്പോൾ മോഡി ഒന്ന് ലക്ഷദ്വീപിൽ പോയി. എത്ര പെട്ടെന്നാണ് അവരുടെ ആ ടൂറിസ്റ്റ് രംഗം മാറി മറിഞ്ഞത്. എത്രയോ ടൂറിസ്റ്റുകളാണ് അവിടെ എത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതേപോലെ തന്നെയാണ് തീർച്ചയായും ഇന്ത്യയുടെ മാർക്കറ്റിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ തീർച്ചയായും വിറ്റഴിക്കപ്പെടും. വൻ രീതിയിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടാവും. ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങേണ്ട സാഹചര്യമില്ല. കാരണം ഇന്ത്യക്ക് ഇപ്പോൾ അതിന് കരുത്തുണ്ട്. ഇപ്പോൾ എന്ത് വിദേശ ഉൽപ്പന്നങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഫാക്ടറികളും സംവിധാനങ്ങളും ഒരു നേതൃത്വം ഒക്കെ ഇന്ത്യയിലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല ഇന്ത്യ. ശരി, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഓക്കെ, ഏതായാലും വയനാട്ടിൽ നിന്നുള്ള വിനീഷിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ജയകുമാർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. നമസ്കാരം ജയകുമാർ, സുഖമായിരിക്കുന്നെന്ന് ഞാൻ വിചാരിക്കും. ജയകുമാർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ പൊതുവേദി പ്രേക്ഷകനാണ്. ഞാൻ കുറച്ച് ദിവസം സുഖമില്ലാതെ കടന്നപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ അന്ന് വല്ലാതെ ടച്ച്ഡായി എന്ന് നമ്മൾ പറയില്ല, അത് എന്നെ വല്ലാതെ സ്പർശിച്ചു. കാരണം ഒരു ചാനലിലേക്ക് വിളിച്ച അവരുടെ അഭിപ്രായം പങ്കുവയ്ക്കുക എന്നതിനപ്പുറത്തേക്ക് എന്നോട് വ്യക്തിപരമായ ഒരു ഇഷ്ടം അദ്ദേഹത്തിനുണ്ട് എന്ന് തോന്നിയത് വളരെ വളരെ സ്പർശിക്കുന്ന ഒരു അനുഭവമായി. ഓക്കെ, അപ്പോൾ സുനിൽകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സുനിൽകുമാർ നമുക്കറിയാം, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ സുനിൽകുമാറുണ്ട്, പിന്നെ ഷിജു കിരിയത്ത് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഷിജു കിരിയത്ത് എന്തോ പ്രദീപ് ഏതോ കാർഗോ ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് എന്തോ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്. ആ തമാശ സത്യമല്ല. അദ്ദേഹം സത്യത്തിൽ അമേരിക്കയിൽ ആണെന്നും അവിടെ പല സ്ഥലങ്ങളിൽ അദ്ദേഹം പോകാറുണ്ട് എന്നുള്ളതും എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം അവിടെ ചെല്ലുമ്പോഴൊക്കെ എനിക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ അയച്ചു തരാറുണ്ട്. ഒരിക്കൽ വിയറ്റ്നാമിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ അയച്ചു തന്ന ദൃശ്യങ്ങൾ ഞാൻ ന്യൂസ് 18 പൊതുവേദിയിൽ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ബർമുഡയിൽ എത്തിയപ്പോൾ അദ്ദേഹം അവിടുത്തെ മനോഹരമായ കുറേ ബർമുഡ ട്രയാങ്കിൾ നമുക്കറിയാമല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കൗതുകമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ ദ്വീപിലെത്തിയപ്പോൾ അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ എനിക്ക് വ്യക്തിപരമായി അയച്ചു തന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ അത് പ്രവീണയോട് അത് നമ്മുടെ ഈ പൊതുവേദിയിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരതിനുള്ള ശ്രമത്തിലാണ്. നമുക്കൊരു ഇടവേളയുടെ സമയത്തൊക്കെ അത് കാണാം. ഓക്കെ, അപ്പോൾ ഷിജു അങ്ങനെ പറയുന്നത് ശരിയല്ല. ഓക്കെ, കിഷോർ കോന്നിയിൽ നിന്ന് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു എന്നൊക്കെ പറയുന്നുണ്ട്. കിഷോറിന് എൻ്റെ അഭിനന്ദനങ്ങൾ. ഒപ്പം നിറയെ പ്രേക്ഷകർ നമുക്കൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നു. ജോസഫ് എൻ ഡി പറയുന്നത് പാകിസ്ഥാൻ പഠനം നിർത്തി എണ്ണ കണ്ടെത്തി 140 കോടി ജനം അധിവസിക്കുന്ന ഭൂമി, എന്നിട്ടും ബാക്കി കോടിക്കണക്കിന് ഏക്കർ സ്ഥലം കുത്തകകളുടെ കയ്യിൽ, എത്രയോ സ്ഥലം വനമായി, ഇന്ത്യക്ക് എണ്ണയുള്ള സ്ഥലം ഇല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ ബോംബെ ഹൈ പോലുള്ള നമുക്ക് എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഉള്ളൊരു വലിയ പ്രശ്നം അത് ഭയങ്കര ചിലവേറിയതാണ് എന്നാണ് സാമ്പത്തിക വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. എൻ ഡി ജോസഫിൻ്റെ ഈ കാര്യം ഞാനും അന്വേഷിച്ചതാണ്. അപ്പോൾ കുറേ കൂടി ലാഭകരമായി കിട്ടുന്നത് പുറത്തുനിന്നാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആഭ്യന്തര ഉൽപ്പാദനം കൊണ്ട് തികയുന്നില്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഇതാണ് സത്യമെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും കുറേ ആളുകൾ വേറെയും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, അവർക്കിത് പറയാൻ കൂടുതൽ ഉണ്ടാകും. അപ്പോൾ കുട്ടൻ വിളക്കിത്തല എന്നോട് പറയുന്നു സുഖമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജയകുമാറിന് ഞാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞതൊക്കെ വളരെ സന്തോഷം എന്നോട് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് ഷിജു പറയുന്നത് ഈ ചില ആളുകൾ ഇവിടെ വളരെ മോശം കമൻറ്റുകളൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഇടുന്നുണ്ട്, അത്ര ആളുകളെല്ലാം ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ നോക്കട്ടെ, നമ്മുടെ ഈ പൊതുവേദിയിലൊരു
ഒരു പൊതു നിലം എന്ന നിലയിൽ ആളുകൾ കുറേ കൂടെ മാന്യമായി പെരുമാറുന്ന കമൻറ്റുകൾ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ മോശം കമൻറ്റുകളൊന്നും കണ്ടില്ല. അങ്ങനെ പലത് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായതായി ചിലരൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഓക്കെ, നമുക്ക് നോക്കാം അതൊക്കെ. ശിവദാസൻ ചാലക്കുടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശിവദാസൻ, ഹലോ, നമസ്കാരം. ശ്രീ ശിവദാസൻ ചാലക്കുടിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അമേരിക്ക, ചൈന ഇത് രണ്ടും ഇന്ത്യയുടെ പെർമനന്റ് ശത്രുക്കളാണ്. ഹലോ, കേൾക്കുന്നു. അമേരിക്ക, ചൈന ഇത് രണ്ടും ഇന്ത്യയുടെ പെർമനന്റ് ശത്രുക്കളാണ്. അപ്പൊ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മള് ഒരു ബിസിനസ് അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതർ മാർക്കറ്റ് ലോകത്തിൽ 600 കോടി ജനങ്ങൾ വേറെ ഉണ്ട്. അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളത് ഒരു ചാലഞ്ച് വന്നാലേ നമ്മൾ നന്നാവുള്ളൂ. പക്ഷേ ഈ രണ്ട് ശക്തികളെയും അവഗണിക്കാൻ കഴിയില്ലല്ലോ. ഇത് ലോകത്തിലെ രണ്ട് വലിയ ശക്തികളാണ്. ഇവര് വാണിജ്യ രംഗത്ത് നമ്മൾക്ക് അവരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെന്താ, അവരായിട്ട് അധികം ഡീലിങ്സ് വേണ്ട. ആ റിസർവേഷൻ വേണം. അതിൽ നമ്മളെ നന്നാക്കില്ല, ഹെൽപ്പ് ചെയ്യില്ല. ഇപ്പൊ 4 ദിവസത്തെ യുദ്ധം കൊണ്ട് പാകിസ്ഥാനെ നമുക്ക് തകർക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ കേപ്പബിലിറ്റി ലോകം മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളാണ് സോഫ്റ്റ്വെയറിൽ ഇപ്പൊ ലീഡ് ചെയ്യണത്. നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ലോകം മുഴുവൻ പോകുന്നുണ്ട്. അതിനൊക്കെ ഡിമാൻഡും ഉണ്ട്. അത് വി ആർ ഹാർഡ് വർക്കിംഗ്. നമുക്ക് നല്ല എന്താ പറയാ, നല്ല വേണ്ട ക്യാപിറ്റൽ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അമേരിക്കൻസിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. അവർ നമ്മുടെ പെർമനന്റ് ശത്രുവാണ്. അതുപോലെ തന്നെ ചൈനയും. അവരെ നമ്മള് അവരുടെ പ്രോഡക്റ്റിന് അവരായിട്ടും അധികം ഇടപെടേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാം. വേറെ അതർ മാർക്കറ്റ്, അതർ ടെക്നോളജിക്കൽ ഇത് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യാൻ ടെക്നോളജിയാണ് നമുക്ക് ആകെ ആവശ്യം വരിക, മെഷീൻസും. അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അവരെ ചാലഞ്ച് ചെയ്യാൻ പറ്റും. അത് അവരുടെ ബിസിനസ്സിനൊന്നും നമ്മൾ വീഴാൻ പാടില്ല. ഈ മോദിയുടെ പോളിസികൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് നല്ലതാണ്. എനിക്ക് പൊളിറ്റിക്സ് ഒന്നുമില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ മോഡി കൊണ്ടുവന്ന പോളിസി നല്ലതാണ്. മേക്ക് ഇൻ ഇന്ത്യ. വി ട്രൈ ടു മേക്ക് മാക്സിമം ഇൻ ഇന്ത്യ ഇറ്റ്സെൽഫ്. വല്ലവരും ഡിപ്പെൻഡ് ചെയ്യണ്ട. ഇപ്പൊ നമ്മുടെ പിന്നാലെ നടക്കേണ്ട പല പ്രോഡക്റ്റിനും വേണ്ടിയിട്ട് പല രാജ്യങ്ങളും. അല്ല, പക്ഷെ നമ്മൾ ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാതെ നമ്മൾ ഇത് അടച്ചു വെച്ചിരുന്ന ഘട്ടങ്ങളിലൊന്നും നമ്മുടെ പ്രോഡക്ട്സിന് ഒരു വലിയ ക്വാളിറ്റി ഉണ്ടായിരുന്നോ എന്ന സംശയം ഇപ്പോൾ ഉണ്ടാകുന്നു. അങ്ങനെ പറയാൻ പാടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്ക് അബൌട്ട് അറ്റംപ്റ്റ്. അല്ല, മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ കോമേഴ്സ് മേഖലയിലുള്ള ആളുകളും കുറെ കൂടി അവർക്ക് പുതിയ മാർക്കറ്റുമായി കോമ്പറ്റീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന് തെളിയിക്കാൻ അവർ കഴിഞ്ഞു. അവരുടെ ഉൽപ്പന്നങ്ങളുടെ നിലവാരം വർദ്ധിച്ചു. ഇപ്പോൾ ബാങ്കുകളുടെ കാര്യം തന്നെ എടുത്തു നോക്കൂ. പുറത്തുനിന്ന് ബാങ്കുകൾ വന്നപ്പോൾ നമ്മുടെ ബാങ്കിങ് സംവിധാനത്തിന്റെ രീതി ആകെ മാറി. ATM വന്നു, സംവിധാനങ്ങൾ കൂടുതലായി. ഇതില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യയിലെ ബാങ്കുകൾ മനസ്സിലാക്കുന്നു. അപ്പോൾ വിദേശ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ ആ ആഗോള നിലവാരത്തിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൂടി ഉയരാനുള്ള ഒരു ഉത്തരവാദിത്വം അവർ കാണിക്കുന്നു. അപ്പോൾ അത് അല്ലെങ്കിൽ അത് തിരിച്ചടിയാകില്ലേ? അതിനെ ട്രംപ് പറഞ്ഞ പോലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് നമ്മുടെ നേറ്റീവ് ഇൻഡസ്ട്രികളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അതിനെ ഹാം ചെയ്യാണ്ട് അത്യാവശ്യമുള്ള പ്രോഡക്റ്റുകൾ മാത്രം മാർക്കറ്റ് ഈ സെക്ടറുകൾ മാത്രം ഓപ്പൺ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അതിന് കൂടുതൽ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ കൃഷ്ണൻകുട്ടി എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം മണിമലയിൽ നിന്ന് ചേരുന്നുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ അത് ഞാൻ കൃഷ്ണൻകുട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് എന്നെ പുകഴ്ത്തി ഒരു കമൻറ്റ് വന്നോ എന്ന് എനിക്കൊരു സംശയം. ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ കുറച്ച് ദിവസമായി ന്യൂസ് 18-ൽ നിഷ്പക്ഷ പൊതുവേദി അവതാരകൻ്റെ കുറവ് അനുഭവപ്പെട്ടിരുന്നു. മനുവിനെ ശുദ്ധ മനസ്സുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, പൊട്ടിത്തെറിക്കുന്നു, മനസ്സിൻ്റെ നന്മ എന്നൊക്കെ എന്നെ ഇങ്ങനെ പുകഴ്ത്തിയിരിക്കുന്നത് രാഹുൽ നായരാണ് കേട്ടോ. രാഹുൽ നായർ, ഈ ഇത്രയും സന്തോഷവും സ്നേഹവും ഞാൻ രാഹുൽ നായരെ അറിയിക്കുകയാണ്. കാരണം പക്ഷേ നിഷ്പക്ഷ അവതാരകൻ്റെ കുറവ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ അതേ കിരൺ ബാബു നിഷ്പക്ഷമായിട്ടാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും എന്നെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോൾ രാഹുൽ നായർ അങ്ങേയറ്റത്തെ സന്തോഷം. ഓക്കെ, ശ്രീ കൃഷ്ണൻകുട്ടി, ഈ ട്രംപിനെ വെല്ലുവിളിക്കാൻ നമ്മുടെ വിപണി അടച്ചുകൊണ്ട് സ്വദേശി ഉൽപ്പന്നങ്ങളിലേക്ക് മാത്രം കാര്യങ്ങൾ നിയന്ത്രിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ചൈനയെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ? ബ്രിക്സ് രാജ്യങ്ങൾ നമ്മൾ ഇപ്പോൾ വലിയ നാണയം എന്നൊക്കെ തരത്തിലൊക്കെ ഉള്ള വാദങ്ങൾ പല ഘട്ടങ്ങളിൽ വന്നിരുന്നു. ചൈനയെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ? ഇവിടെ വന്ന് വീണ റോക്കറ്റുകൾ മിസൈലുകൾ ചൈനയുടേതായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്ത്യ ഒരു വലിയ ഗ്ലോബൽ റിലേഷൻഷിപ്പ് ക്രൈസിസ് നേരിടുന്നുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഞാനും ആ പുകഴ്ത്തലിനോട് യോജിക്കുന്നു. നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ആരെയും കൂടുതൽ ഇഷ്ടമെന്ന് പറയണം.
അങ്ങനെ പറയില്ല. അത് നമ്മള് സംസാരിക്കുമ്പോ മനസ്സിലാക്കിയാ മതി. ഞാൻ തമാശക്ക് ചോദിച്ചതാണ്. ഞാനേ അങ്ങേ ഒരു കുറെ കൂടെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയതാണ്. എനിക്ക് ആരെ ഇഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും നല്ല അടുത്ത സുഹൃത്തുക്കളാണ്. അതെ, നിങ്ങൾ രണ്ടുപേരുള്ളപ്പോഴും ഞാൻ വിളിക്കാറുണ്ട്. അതെ അതെ അതെ. എന്നാലും പക്ഷേ എന്നോട് കൂടുതൽ ഇഷ്ടമുണ്ട് എന്ന് പറയുന്നവരെ സ്വാഭാവികമായി അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്. ആ ശരി. അതാ മറ്റേ പുള്ളിയോട് പറയല്ലേ? ഇല്ല ഇല്ല. ശരി, താങ്ക് യു. നമ്മളിപ്പം നമ്മള് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കുറെ വർഷങ്ങളായില്ലേ, 10-75 കൊല്ലമായി. ചൈനയും അതേ സമയത്ത് റിപ്പബ്ലിക് ആയ ഒരു രാജ്യമാണ്. രണ്ടുപേരും തമ്മിൽ 49 ചൈനയും 50 നമ്മളും. ചൈന ഒത്തിരി മുന്നോട്ട് പോയി, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എല്ലാം നമ്മുടെ പോളിസിയുടെ പ്രശ്നമായിരുന്നു. നമ്മൾ ഫോളോ ചെയ്ത പോളിസിയും ചൈന ഫോളോ ചെയ്ത പോളിസിയായിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ ചൈന ഏതാണ്ട് അമേരിക്കയെ വെല്ലുവിളിക്കാൻ മാത്രം വളർന്നു, നമ്മൾ അത്രയും വളർന്നില്ല. അതുകൊണ്ടാണ് ട്രംപ് നമ്മളെ വെല്ലുവിളിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ കുറെ പാഠങ്ങൾ പഠിക്കാനുണ്ട്. ആ പാഠങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, മുന്നോട്ട് പോകാൻ പറ്റും. അല്ല, പക്ഷെ ആ ചൈനീസ് പോളിസി നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാകുമോ? ചൈനയിൽ ആ മാവോ സേതുങ് അധികാരത്തിൽ വന്നതിന് ശേഷം തട്ടിയ ആളുകളുടെ എണ്ണം എനിക്കറിയില്ല. നിങ്ങൾ ചിലപ്പോൾ ഗ്ലോബൽ ബൂർഷ്വാസിയുടെ കണക്കാണെന്ന് പറയും. പക്ഷെ ചൈനയുടെ ഭരണഘടനയും നമ്മുടെ ഭരണഘടനയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഇവിടെ നടപ്പിലാക്കാൻ പറ്റും. അത് നമ്മൾ ആളുകളെ തോക്കുചൂണ്ടി പണിയെടുപ്പിക്കുന്ന രീതി ഇന്ത്യയിൽ വേണോ ശ്രീകൃഷ്ണൻ? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ സാമ്പത്തിക പോളിസിയെ പറ്റിയാ പറയുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ തുടർന്ന് വന്ന പോളിസി നമ്മൾ ഇടയ്ക്ക് മുക്കിക്കളഞ്ഞു. നമ്മൾ മിക്സഡ് എക്കോണമി അല്ലേ? നെഹ്റു തുടർന്ന് വന്ന പോളിസി ഉണ്ടായിരുന്നു. ഒരേ സമയം പൊതുമേഖലയും സ്വകാര്യ മേഖലയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം. ഇപ്പം നമ്മുടെ അവസ്ഥ എന്താ? ഇപ്പം നമ്മൾ പൊതുമേഖലയെ കൊല്ലുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ BSNL തന്നെ നോക്ക്. BSNL എത്ര നല്ല ഭംഗിയായിട്ട് നടന്ന ഒരു സ്ഥാപനമായിരുന്നു. ഞാൻ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഞാൻ BSNLന്റെ നമ്പറാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? BSNL വിളിച്ചാൽ ഇടയ്ക്ക് കട്ടായി പോവും, ക്ലിയർ അല്ല, നെറ്റിന് സ്പീഡില്ല, ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാ. അതേസമയം നമ്മൾ പ്രൊമോട്ട് ചെയ്ത മറ്റേ കമ്പനികളെയൊക്കെ അവർക്ക് 4Gയും അതിനപ്പുറത്ത് ജിയോ എല്ലാം കൊടുത്തപ്പം BSNL കൊടുത്തോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ എങ്ങനെ മുന്നേറുക? സ്വദേശി പക്ഷെ അതിലൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് താല്പര്യക്കാരെ കുത്തിക്കയറ്റുന്ന രീതിയാണ് എല്ലായിടത്തും ഉണ്ടായത്. അത് ഇവിടെ മാത്രമല്ല, ഞാൻ പറയുന്നത് ആകെ രാജ്യം മുഴുവൻ സ്വദേശി ഈ സ്വന്തം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് താല്പര്യമുള്ള ആളുകളെ കുത്തിക്കയറ്റുക, പിന്നീട് അത് വൻ നഷ്ടത്തിലേക്ക് ആകർഷിക്കുക, അതിൽ സ്വന്തം ആളുകളെ നിയമനത്തിൽ തട്ടിപ്പ് കാണിക്കുക, പിന്നെ അതേപോലെ അതിൻ്റെ അവസാനം അതെല്ലാം നഷ്ടക്കണക്കുകളാക്കുക. അതിന് ഇപ്പോൾ FICT പോലുള്ള വലിയ ലാഭമുണ്ടാക്കിയ സ്ഥാപനങ്ങളെ വൈവിധ്യവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ മറന്നു, അതിനെ മോഡേണൈസ് ചെയ്യേണ്ട ആവശ്യകത നമ്മൾ മറന്നു. എത്ര കാലം സബ്സിഡി കൊടുത്തുകൊണ്ട് ഇങ്ങനെ കാലാഹരണപ്പെട്ട സ്ഥാപനങ്ങളെ പിടിച്ചു നിർത്താനാകും എന്ന ചോദ്യം ഒരു വശത്ത് വരുന്നു. മറുവശത്ത് അവരും കോമ്പറ്റീറ്റീവ് ആകാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യം വരുന്നു. പിന്നെ ഇത് മുഴുവൻ ഈ പൊളിഞ്ഞ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും ഇവിടുത്തെ നികുതിദായകൻ്റെ ചുമലിലേക്കാണ് വരുന്നത് എന്നൊരു ആർഗ്യുമെന്റ് വരുന്നു. അപ്പോൾ അതൊക്കെ കൂടി പരിശോധിക്കണ്ടേ? അതിനൊരു മറുവശമുണ്ട്. പൊളിയാത്ത പൊതുമേഖലയുണ്ട്. നമ്മുടെ രാജ്യത്ത് 3 എണ്ണ കമ്പനികളുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം. അവര് പൊളിഞ്ഞോ? ഇല്ലല്ലോ. അവർ ലാഭത്തിലല്ലേ ഓടുന്നത്. അതിന്റെ തലപ്പത്ത് ചെയർമാനായിട്ടോ ഡയറക്ടർ ബോർഡിലോ ഒരു പൊളിറ്റീഷ്യനും ഇല്ല. എല്ലാ അതാത് കമ്പനികളിൽ നിന്ന് വളർന്നു വന്ന ഗ്രൗണ്ട് ലെവലിൽ നിന്ന്, അതായത് ഏറ്റവും താഴത്തെ നിലയിൽ കമ്പനിയിലെ ഓഫീസറായിട്ട് ജോയിൻ ചെയ്ത ഒരു പ്രൊമോഷൻ കിട്ടിയാണ് അതിന്റെ ചെയർമാൻ വരെ ആകുന്നത് എല്ലാ ഓയിൽ കമ്പനികളുടേതും. അതുപോലെ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് നോക്കൂ. നമ്മൾ സ്വന്തമായിട്ട് കപ്പലുണ്ടാക്കിയില്ലേ? യുദ്ധക്കപ്പലുണ്ടാക്കിയില്ലേ? അതിനുവേണ്ട ഇലക്ട്രോണിക് സാധനങ്ങൾ കൊടുക്കുന്ന നമ്മുടെ കെൽട്രോൺ അല്ലേ? അല്ല, നമ്മുടെ കേരളത്തിലെ പല സ്ഥാപനങ്ങളും അവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, പൊതുമേഖലാ സ്ഥാപനങ്ങള്. എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലല്ലോ. ഭംഗിയായിട്ട് പോകുന്നില്ലേ? എല്ലാം ഭംഗിയായി പോകുന്നു. പക്ഷെ എല്ലാം അങ്ങ് ചൂണ്ടിക്കാണിച്ച കുറെ സാധനങ്ങൾ ഓക്കെയാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ ഉദാഹരണങ്ങളായിട്ടാ പറഞ്ഞത്. അങ്ങനെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുത്ത വമ്പൻ കമ്പനികളുണ്ടല്ലോ, സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ, അവര് നമ്മുടെ രാജ്യത്തെ ചൂഷണം ചെയ്യുന്നത്, നമ്മളെ കളിപ്പിക്കുന്നത് നമ്മൾ വാർത്തയിൽ വായിച്ചിട്ടില്ലേ? ഉദാഹരണത്തിന് കൽക്കരി ഇമ്പോർട്ട് ചെയ്തത് ഇല്ലേ?
അതിനകത്ത് കുറെ വളരെ കുറഞ്ഞ വിലക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ 3-4 ഇരട്ടി വിലക്ക് നമുക്ക് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത വാർത്ത നമ്മൾ വായിച്ചതല്ലേ? അത് അല്ലേ? അതിനെ സപ്പോർട്ട് ചെയ്ത് ആരൊക്കെ തന്നെ ഇപ്പൊ സ്വദേശി എന്ന് പറഞ്ഞ് ട്രംപിന്റെ കയ്യിൽ നിന്ന് തൊഴിൽ മേടിച്ചപ്പോഴല്ലേ ഇത് പറയുന്നത് സ്വദേശിന്ന്. അത് വരാതെ നോക്കേണ്ട ആളുടെ ജോലിയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ആണവോർജ്ജ കരാറില്ലേ, ആണവോർജ്ജ കരാറ്, അത് ഒപ്പിട്ടപ്പോഴല്ലേ LDF-ഉം CPM എല്ലാം കോൺഗ്രസിന്റെ മുന്നണിയിൽ നിന്ന് പുറത്തു വന്നത്? അന്ന് അവർ എതിർപ്പ് കാണിച്ചതല്ലേ? അമേരിക്കയായിട്ട് ഒന്നിച്ചു പോയാല് നമുക്ക് അപകടമാണെന്ന് അന്ന് പറഞ്ഞതല്ലേ? അല്ല, അത് NPT അല്ലേ, നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയോ? CTBT അമേരിക്ക സൈൻ ചെയ്തില്ല, തർക്കം അവിടെയാണ് വന്നത്. ഇന്ത്യ CTBT ആണവോർജ്ജ കരാറുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നല്ലോ നമ്മുടെ അഭിപ്രായ വ്യത്യാസം CPM-നും കോൺഗ്രസിനും ഒക്കെ. അന്ന് ഒരു അഭിപ്രായം പറഞ്ഞപ്പോ അതിനെ CPM-നെ കളിയാക്കിയവരൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ. അത് പുനഃപരിശോധിക്കണമെന്നല്ലേ ഇപ്പൊ ട്രംപ് പറയുന്നേ? അല്ല, അത് അന്ന് അമേരിക്കൻ കോൺഗ്രസ് തന്നെ CTBT തള്ളിക്കളഞ്ഞില്ലേ എന്നാണ് എന്റെ ഓർമ്മ. ഇനി നമ്മുടെ ക്വാളിറ്റിയുടെ കാര്യം, നമ്മുടെ ക്വാളിറ്റി മോശമല്ല. അതായത് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഞാൻ കാണുന്ന TV ഉണ്ടല്ലോ, ഞാൻ 1988 കെൽട്രോണിന്റെ ഒരു TV വാങ്ങി. കെൽട്രോൺ അന്ന് നമ്മുടെ KPP നമ്പ്യാർ അല്ലേ? കേക്കൂ അതിൽ ബാക്കി പറയട്ടെ. അതിനുശേഷം ഞാൻ വേറൊരു TV വാങ്ങി. പിന്നെ ആ കെൽട്രോൺ TV കേടായി കഴിഞ്ഞപ്പോ അത് ഞാൻ വേറൊരു TV വാങ്ങി, LG-യുടെ അതേ വലിപ്പത്തിലുള്ള. പക്ഷെ അത് കേടായി കഴിഞ്ഞപ്പോ ലോക്കലായിട്ട് റിപ്പയർ ചെയ്യുന്ന ഒരാൾ വീട്ടിൽ വന്നാ ചെയ്യുന്നത്. അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു എന്റെ പിക്ചർ ട്യൂബ് പോയെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പഴയ ഒരു ടിവിയുടെ വെറുതെ ഇരിക്കണ്ട, അതൊന്ന് നോക്കാമെന്ന് ചോദിച്ചു. ആ പിക്ചർ ട്യൂബ് എടുത്ത് വെച്ചപ്പോ അത് കൊള്ളാമായിരുന്നു. ആ പിക്ചർ ട്യൂബിലൂടെയാണ് ഞാൻ ഇപ്പോഴും നിങ്ങളുടെയൊക്കെ മുഖം കാണുന്നത്. അല്ല, അത് പക്ഷേ അന്നത്തെ പഴയ ചില സാധനങ്ങൾക്ക് ഡ്യൂറബിലിറ്റി നമ്മൾ കൂടിയിരുന്നു. നമുക്ക് ഞാനിപ്പോൾ ഈ അടുത്ത അച്യുതമേനോൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയ പുസ്തകം വായിച്ചപ്പോഴാണ് പ്രദീപ്, അദ്ദേഹം ചില അനാരോഗ്യങ്ങൾ കൊണ്ട് കിടപ്പിലായപ്പോൾ പ്രദീപ് കുമാർ, അതായത് അച്യുതമേനോൻ്റെ ആത്മകഥ, അപ്പോൾ കെൽട്രോൺ വന്നതിൻ്റെ വഴിയൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ആ ഒരു ഇന്ത്യൻ പ്രോഡക്ട്സിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡ്യൂറബിലിറ്റി നമ്മൾ വലിയ തോതിൽ അതൊരു വലിയ ഘടകമാക്കി എടുത്തിരുന്നു. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ ഡ്യൂറബിലിറ്റി ഇല്ല. കാരണം 5 കൊല്ലം കഴിഞ്ഞ് ഇത് പുതിയ സാങ്കേതിക വിദ്യ വരും, സ്മാർട്ട് TV ആവും. അപ്പോൾ അതുകൊണ്ട് അത് 5 വർഷത്തേക്ക് മതി എന്നൊരു നിലപാടിപ്പോൾ ഉണ്ട്. അപ്പോൾ പ്രൊഡക്ഷനിൽ ഒരു സൈക്കോളജിക്കൽ ചേഞ്ച് ഉണ്ട്. ഞാൻ 83 വാങ്ങി വിമലിന്റെ ഒരു ഷർട്ട് ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്, ഒരു കേടുമില്ലാതെ. അത് ഞാൻ സമ്മതിച്ചു. അത് ഈ ബജാജ് ചേതക് സ്കൂട്ടറും അതുപോലെയുള്ള സാധനങ്ങൾ ഇപ്പോഴും ആളുകളുടെ കയ്യിലുണ്ട്. പറഞ്ഞതിന്റെ ഗുണപാഠം എന്തെന്ന് വെച്ചാല് നമുക്ക് ആഗോള തലത്തിൽ മത്സരിക്കാനുള്ള കഴിവ് നമുക്കുള്ളവരാണ്. നമ്മൾ പുറത്തെടുക്കുന്നില്ല, അല്ലെ പുറത്തെടുക്കുന്നവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തിയാൽ തന്നെ നമുക്ക് ലോകമായിട്ട് മത്സരിക്കാൻ പറ്റും. യുദ്ധക്കപ്പൽ ഉണ്ടാക്കുന്നത് നമ്മള്, ഞാൻ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടാക്കുന്നു. എന്തോ നമുക്ക് ഉണ്ടാക്കാൻ വയ്യാത്തത്? നമ്മൾ ഈ മറ്റവരെ വലിയ കോർപ്പറേറ്റുകളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇടിച്ചിടാൻ നോക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെങ്കിലും ചെന്നെത്തൂല്ല. ചൈന അങ്ങനെ അതല്ലേ നമ്മൾ അന്നത്തെ പോലത്തെ ഒരു സാഹചര്യം. ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പണ്ട് ലാൻഡ് വാസ്റ്റായിട്ട് അവൈലബിൾ ആയിരുന്നു. അതുപോലെ നമുക്ക് കുറേ അന്ന് സാഹചര്യം വ്യത്യസ്തമായിരുന്നു. ഇന്ന് നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ വർദ്ധിച്ചു. അപ്പോൾ കോമ്പറ്റീറ്റീവ് അല്ലാത്ത ഒരു പൊതുമേഖല പഴയതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ വലിയ തോതിലുള്ള സബ്സിഡികൾ ഇതിന് കിട്ടിക്കൊണ്ടിരുന്നതും നമ്മൾ മറക്കരുത്. ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു സാധനം ഉൽപ്പാദനം ചെയ്യുമ്പോൾ അതിന് ലാൻഡ് ഫ്രീ ആണ്, അതിന് ഇൻഫ്രാസ്ട്രക്ചർ വലിയ ഇതില്ലാതെ കിട്ടുന്നു. അതുപോലെ മറ്റ് അതിൻ്റെ എന്താ പറയുക, റെഡ് ടേപ്പിസം കുറയുന്നു. അതിപ്പോൾ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ. പക്ഷേ ഒരു സ്വതന്ത്ര വ്യാപാരി ഇതൊക്കെ ചെയ്യാൻ പോകുമ്പോൾ വരുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം അതിജീവിച്ചാണ് അവർ വരുന്നത്. അപ്പോൾ എന്നിട്ടും അവർക്ക് ഇവരെ ഓവർടേക്കൻ ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യത ഇവിടുത്തെ സാധാരണക്കാരനായ നികുതി വിധായകൻ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതിയിൽ നിന്ന് ഇവരെ എത്ര കാലം അങ്ങനെ കൊണ്ടുപോകാൻ കഴിയും എന്ന ചോദ്യമൊക്കെ സ്വാഭാവികമായി വരില്ലേ? മത്സരിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച സ്ഥാപനങ്ങളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ എണ്ണ കമ്പനികളും നമ്മുടെ കപ്പൽ നിർമ്മാണശാലയും നമ്മുടെ കെൽട്രോണും പിന്നെ നമുക്ക് വേറെ അതാണ് അങ്ങയോട് ഞാനും പറയുന്നത്. കെൽട്രോൺ വന്നു, അന്ന് അച്യുതമേനോൻ്റെ ഇച്ഛാശക്തി നമ്മൾ കണ്ടതാണ്. അത് സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളെ കൊണ്ടുവന്നു. പിന്നീട് ഇന്ന് ലോകോത്തര TV നിർമ്മാതാക്കളിൽ കെൽട്രോൺ ഇല്ല, ഉണ്ടോ? ഇല്ല. അതൊരു ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെ ഭാഗമായി അവിടെ ഒരു തവണ ഉണ്ടായി. കെൽട്രോൺ നോക്കിയപ്പോ കുറച്ചുനാൾ കെൽട്രോണെ താഴ്ത്തി വെച്ചിരുന്നു സർക്കാരിന്റെ ചില പോളിസികൾ. അതുകൊണ്ടാണ് അത് പറ്റിയത്.
അതേപോലെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കെൽട്രോണിന് നല്ല പ്രൊമോഷൻ സർക്കാർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ആഗോളതലത്തിൽ തന്നെ മത്സരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മിലിറ്ററിക്കുള്ള സാധനങ്ങളും കൽപ്പശാലയ്ക്കുള്ള സാധനങ്ങളും ആഗോളതലത്തിൽ തന്നെ സപ്ലൈ ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുപോലെ പ്രൊമോട്ട് ചെയ്താൽ നമുക്ക് വളരാൻ കഴിയുമെന്നുള്ള തെളിവാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പൊതുമേഖല അല്ല സ്വകാര്യ മേഖല പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അവരുമായിട്ട് മത്സരിക്കാൻ ശക്തിയുള്ളതാക്കി തീർക്കണം ഇവരെയും കൂടെ. ഉദാഹരണം BSNL, അവരെ നമ്മൾ താഴ്ത്തിയിട്ടിരിക്കുക. അവർക്ക് 4G പോലും നന്നായിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ അവർ വളരുക? അതുകൊണ്ട് ചെയ്യേണ്ടത് നോക്കൂ, നമ്മൾ 3ാം സാമ്പത്തിക ശക്തിയായി നമ്മൾ വളർന്നു എന്ന് പറയുമ്പോഴും അത് ഒരു പുറമേനി മാത്രമാ. നമ്മൾ ആഗോളതലത്തില് ലോകത്തിലെ ആഗോള വരുമാനം വെച്ച് നോക്കിയാൽ, പെർ ക്യാപിറ്റ ഇൻകം വെച്ച് നോക്കിയാൽ നമ്മൾ ലോകത്തിലെ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി 142ാം സ്ഥാനത്തേ ഉള്ളൂ നമ്മൾ ആളോഹരി വരുമാനത്തിൽ. പിന്നെ നമ്മൾ എങ്ങനെയാ വളർന്നു 3ാം ശക്തിയാന്ന് പറയുന്നത്? അത് കാശുള്ളവന്റെ കാശുണ്ടാകുന്ന പറഞ്ഞതിന്റെ അർത്ഥം. ഇല്ലാത്തവൻ പട്ടിണിയില്ല. ആളോഹരി വരുമാനം നമ്മൾ ലോകത്തിൽ ആ നിലവാരത്തിൽ എത്തിയെങ്കിലേ നമ്മൾ വലിയ ശക്തിയാന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ആൾക്കാരുടെ വാങ്ങൽ ശക്തി വർദ്ധിച്ചിട്ടില്ലല്ലോ. അത് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനുള്ള പോളിസികളാണ് ഉണ്ടാക്കണ്ടേ. അതൊന്നും ചെയ്യാതെയായിരുന്നു നമ്മൾ ഇത്രയും നാൾ ട്രംപിന്റെ ഒക്കെ ഈ അമേരിക്കയുടെ ഒക്കെ പറയാൻ നടന്നത്. ഇതിപ്പോ ശരിക്കും നല്ലൊരു തൊഴിൽ കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറഞ്ഞത് തന്നെ ഇപ്പൊ പ്രധാനമന്ത്രി പറയുന്നത്. ഈ BJPയുടെ തന്നെ പോളിസിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദേശീയ ഇത് ചെയ്യണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പോളിസി അങ്ങനെയല്ലേ, അവരുടെ റിട്ടേൺ പോളിസി എങ്ങനെയാ, പക്ഷെ അവർ ചെയ്തത് അങ്ങനെയല്ല. അത് പക്ഷേ ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് UPA സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതാണ്. UPA അതെ, നമ്മൾ അങ്ങോട്ട് പോയില്ല. അത് പോകേണ്ടതായിരുന്നു. ഇനി സംഭവിച്ചു. അല്ലെങ്ങനെ സംഭവിച്ചു. അതൊക്കെ ഇനി തിരുത്തി കൂടുതൽ തെറ്റുകളിലേക്ക് പോകാതെ നമുക്ക് നമ്മുടേതായ രീതിയിൽ മത്സരിക്കാനുള്ള സ്ഥാപനങ്ങളെയും ആളുകളെയും പ്രസ്ഥാനങ്ങളെയൊക്കെ വളർത്തിയെടുത്ത് ഇന്ത്യക്ക് ഇനിയും വളരാൻ കഴിയും. നമ്മളിപ്പോ മറ്റുള്ള രാജ്യവും ചൈനയൊക്കെ ആയിട്ട് നോക്കിയാൽ നമ്മളിപ്പോഴും ഒരു 50 കൊല്ലം പുറയില്ല. നമ്മളിപ്പോ കേരളത്തിൽ നമുക്ക് താങ്കൾ ഒരു മിനിറ്റ് തുടരണം കേട്ടോ. ഒരു കോൺഗ്രസ് നേതാവ് കൂടി നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് നോക്കട്ടെ ഞാൻ. എന്നിട്ട് താങ്കൾ പോലെ നിൽക്കണം. ബിനോയ്, നമസ്കാരം. ഈ ഇന്ത്യൻ നയം പാളിയതാണ്, ചൈനയോടൊപ്പം വളരാൻ ഇന്ത്യക്ക് കഴിയാത്തത് നമ്മുടെ ശ്രീ കൃഷ്ണൻകുട്ടി പറയുകയാണ്. അങ്ങക്ക് എന്ത് തോന്നുന്നു? അത് കോൺഗ്രസിന്റെ പരാജയത്തിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? അല്ലല്ല, കോൺഗ്രസിന്റെ പരാജയത്തിനല്ല. നമ്മളുടെ നയം ഇന്ത്യയുടെ ഏറ്റവും നല്ല നയമാണ് വ്യാപാര മേഖലയുള്ളത്. കാരണം നമ്മൾ 70 വർഷമായ ഒരു രാജ്യം, ഈ രാജ്യം ഭരിച്ച് കുട്ടിച്ചോറാക്കി സൂചി പോലും ഉണ്ടാക്കാതിരുന്ന ഒരു രാജ്യത്ത് ലോകത്ത് നമ്മൾ ഇത്രയും ഈ വർഷം കൊണ്ട് ഇത്രയും വലിയ വികസനങ്ങളുടെ ഒരു വൻ മതിൽ തന്നെ കെട്ടി. അപ്പം നമ്മളുടെ നയത്തിന്റെ ചൈനയോടൊപ്പം നമുക്ക് വളരാൻ കഴിയാതെ പോയി, അത് നമ്മുടെ സാമ്പത്തിക ഇതിന്റെ പരാജയമാണോ, അതോ ഇംഗ്ലീഷുകാർ ഇവിടെ ഉപേക്ഷിച്ചു പോയ അവരുടെ ചൂഷണത്തിന്റെ കഥയാണോ? അല്ല, ഇംഗ്ലീഷുകാർ ഉപേക്ഷിച്ചു പോയ ഇന്ത്യയെ ഇന്ന് ഈ കാണുന്ന ഇന്ത്യയാക്കി മാറ്റിയത് കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസിനെ കുറ്റം, നമ്മളെ കൂടെ സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാനെ ഒന്ന് നമ്മളെടുത്ത് താരതമ്യം ചെയ്ത് നോക്കേ, അതിനുശേഷമുള്ള ബംഗ്ലാദേശ്, മറ്റുള്ള രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കേ. അപ്പൊ ഇത് ഇപ്പൊ ഒരു കുറ്റം പറയേണ്ടത് ശ്രീ കൃഷ്ണൻകുട്ടി, അതുകൂടി ബിനോയ് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നയം അത്ര മോശമായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ബംഗ്ലാദേശിനോ പാകിസ്ഥാനോ ഒന്നും നമ്മളോളം വിജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ നയത്തിന്റെ ചെറിയൊരു ഗുണമേന്മയല്ലേ അവിടെ കാണുന്നതെന്നാണ് ശ്രീ ബിനോയ് പറയുന്നത്. നമ്മളുടെ 7 അയലത്ത് പോലും, നമ്മളുടെ മാത്രമല്ല 7 അയലത്ത് പോലും വരാൻ പറ്റിയില്ല. ഇപ്പൊ നമ്മളുടെ അന്നത്തെ നയമല്ല. ശ്രീ കൃഷ്ണൻകുട്ടി ഉണ്ടോ? ടെലിഫോണിലുണ്ടോ? പോയിട്ടില്ല. എന്താണ് അതിന് മറുപടി? അതിന് മറുപടി, മനുവിന്റെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടോ? ഉണ്ട്, 2 മക്കളുണ്ട്. ഒന്ന് PG ആയി. ആ കുട്ടികളോട് നമ്മൾ പറയുന്നത് അടുത്ത വീട്ടിലെ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയെ കണ്ടുപഠിക്കുന്നതാണോ പറയുന്നത്? അപ്പൊ അതിനപ്പുറത്തുള്ള വീട്ടിലെ നശിച്ചുപോയ കുട്ടിയെ കണ്ടുപിടിക്കുന്നതാണോ പറയുക? അതല്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ സാഹചര്യം ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്നാണല്ലോ. മനു രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ചൈനയുടെ നയവുമായി വ്യത്യാസമുണ്ട്. ചൈനയിലെ മനുഷ്യനായിട്ടല്ല അവർ കാണുന്നത്. ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലിസ്റ്റ് മതേതര രാജ്യമാണ്. നമ്മളുടെ ഇവിടെ ഏതൊരു പൗരനും അവന്റെ മൗലിക അവകാശങ്ങളുണ്ട്, അത് ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇന്ത്യയിൽ പോലെ ചൈനയിൽ ഇരുന്ന് മനുവിന് ഇതുപോലെ ഇരുന്ന് ചർച്ച ചെയ്യുവാൻ സാധിക്കില്ല. കാരണം അവിടുത്തെ നയവും അവിടുത്തെ രീതിയും വേറെയാണ്. അവിടെ മൗലിക അവകാശങ്ങളെ ഹനിക്കപ്പെടുന്നു. എങ്കിൽ നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മൗലിക അവകാശങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യം ലോകത്ത് ഏറ്റവും നല്ല വളർച്ചയാണ് കഴിഞ്ഞ
60 വർഷമായിട്ട് വളർന്നു. ലാസ്റ്റ് 10 വർഷത്തെ വളർച്ചയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ 10 വർഷത്തോളം വളർച്ചയിൽ ഞാൻ ട്രംപ് തന്നെ, ഞാൻ നിങ്ങൾ ചോദിച്ച ട്രംപിനെ കുറിച്ചുള്ള ഞാൻ ഒരു കാര്യം പറയാം. ട്രംപും ഇപ്പൊ ഇന്ത്യയും തമ്മിൽ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് ഞാൻ പറയാം. ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിയും ട്രംപും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. കാരണം ഇപ്പോൾ ഒരു പടലപ്പണക്കം നടത്തി റഷ്യയുമായി നമ്മൾ നയതന്ത്ര ബന്ധം കൂടുതൽ ഉള്ളത് കൊണ്ട്, വ്യാപാരം ഉള്ളത് കൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്തോ അദ്ദേഹത്തിന് ഇഷ്ടമല്ല എണ്ണ വാങ്ങിക്കരുത്, എണ്ണ വാങ്ങിക്കുമ്പോൾ അത് ആ പൈസ പോകുന്നത് യുക്രൈനിലെ ആയുധങ്ങൾ വാങ്ങിക്കാനാണ് എന്നാണ് ട്രംപിന്റെ ആർഗ്യുമെന്റ്. അല്ല, അതിനകത്ത് ആർഗ്യുമെന്റ് ട്രംപ് ഒരു കാര്യം ചെയ്യുന്ന പറയാം. 6 മുതൽ 9% ഡ്യൂട്ടി ആയിരുന്നു ഇന്ത്യൻ സാധനങ്ങൾ. ഞാനൊരു എക്സ്പോർട്ടർ കൂടിയാ. ഞാൻ അമേരിക്കയിലോട്ട് ലോകത്ത് സാധനങ്ങൾ അയക്കുന്ന ആളാ. അത് ശരി, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അങ്ങ് ഒരു എക്സ്പോർട്ടർ ആണല്ലേ? എക്സ്പോർട്ടറാണ്. ഇതുവരെ പൊതുവെ പറഞ്ഞില്ല. അല്ല, പറഞ്ഞു നമുക്ക് ഒരു അവസരം വരുമ്പോ മനു പറഞ്ഞാ പോരെ. ഞങ്ങൾ 2 ദിവസത്തിനകത്ത് ട്രംപിന്റെ കോലം കത്തിച്ചുകൊണ്ടുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ വ്യാപാരി കോൺഗ്രസിന്റെ സ്റ്റേറ്റ് വർക്കിംഗ് അല്ല അപ്പോഴേ മനു ഞാൻ പറയട്ടെ, 6 മുതൽ 9% വരെ ഉള്ള ഡ്യൂട്ടിയുള്ള സ്ഥലത്ത് 25% അമേരിക്ക കൂട്ടിയിരിക്കുന്നത്. 25+9 അതായത് 34%. അതായത് അല്ല, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവർ ഇങ്ങോട്ട് പിന്നെ ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് ചുങ്കം കുറയ്ക്കണം എന്ന ആവശ്യം നമുക്ക് അംഗീകരിച്ചു കൊടുക്കണം എന്നാണ് അവരുടെ നിലപാട്. അല്ലെങ്കിൽ അവർക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അമേരിക്കക്കാരനില്ലെങ്കിലും ഇന്ത്യക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റി. 140 കോടി ഇന്ത്യ എന്ന നമ്മളുടെ മഹാരാജ്യത്ത് 140 കോടി ജനങ്ങൾ മുകളിൽ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാ. അപ്പൊ ഞാൻ പറയുന്നത്, ബിനോയ് പറയുന്നത് നമ്മുടെ സാമ്പത്തിക നയം വളരെ പക്കയായിരുന്നു. അത് ഇപ്പൊ നമുക്ക് ട്രംപിനെ ഭയപ്പെടാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. അതിന് കൃത്യമായൊരു അടിത്തറയുണ്ട്. ചൈനയോളം നമുക്ക് വളരാൻ കഴിഞ്ഞില്ല. അത് അവിടുത്തെ ചൈനയ്ക്ക് കുറെ കൂടി ശക്തമായി അവരുടെ നയങ്ങളും ഒക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞു. മനുഷ്യത്വവും വ്യക്തിത്വവും ഇല്ലാത്ത നാടല്ലേ ചൈന. ഇനി എത്ര ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് ഉപസംഹരിക്കാം. അതായത് താങ്കൾക്കെതിരെയാണല്ലോ അത് പറഞ്ഞത്. അപ്പൊ താങ്കൾക്ക് ഇത് ഉപസംഹരിക്കാം. ഞാൻ എല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതായത് സാമ്പത്തികമായ ഞാൻ നയപരമായിട്ടുള്ള ആ ചേട്ടന്, കൃഷ്ണൻകുട്ടി ചേട്ടന് എതിരായല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മനു എന്നോട് ചോദിച്ചു. അതിനൊരു മറുപടി അദ്ദേഹം എന്താ പറയുന്നതെന്ന് കൂടി അറിയാം. അങ്ങനെ നമ്മൾ പഠിക്കണമല്ലോ എന്താണ് സംഭവിക്കുന്നത്. ഒരു വ്യാപാര, താങ്കൾ ഇതിൽ ഒരു അനുഭവസ്ഥനാണ്, ഇത് കയറ്റുമതി ചെയ്യുന്ന ഒരാളാണ്. ശ്രീ കൃഷ്ണൻകുട്ടി നമ്മുടെ ഇത് വളരെ സൂക്ഷ്മമായി പഠിക്കുന്ന ഒരാളാണ്. അപ്പം ഞാനിത് നിങ്ങൾ രണ്ടുപേരിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. ഞാനിതെല്ലാം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു ഈ പറഞ്ഞതൊക്കെ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമുക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു, പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ എവിടുന്ന് കോപ്പി അടിച്ചതായിരുന്നു. അന്ന് USSRൽ നിന്ന് കോപ്പി അടിച്ചു. 10 വർഷമായിരുന്നു അല്ലേ? ഇവിടെ 5 വർഷമായി. 5 വർഷമായിരുന്നു. അത് കോപ്പി അടിച്ച് കുറെ പുരോഗതി ഉണ്ടാക്കി. അങ്ങനെയാണല്ലോ നമ്മളെ പൊതുമേഖലയൊക്കെ കെട്ടിപ്പടുത്തത്. നെഹ്റുവിന്റെ കാലത്ത് അതെല്ലാം കെട്ടിപ്പടുത്തു. NDA ഗവൺമെന്റ് അട്ടിമറിച്ചില്ലേ? അവരിപ്പോ എന്താന്നല്ലേ ചോദിക്കുന്നത്. പഞ്ചവത്സര പദ്ധതി, കൃഷ്ണൻകുട്ടി ചേട്ടാ, ആ പഞ്ചവത്സര പദ്ധതിയൊക്കെ ഈ ഗവൺമെന്റ് നടപ്പാക്കിയിരുന്നുവെങ്കിൽ ട്രംപ് ഒന്നും ഇത്ര ആർജവത്തോടു കൂടി സംസാരിക്കത്തില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ലോകത്ത് ഇപ്പോഴും പേടിയാ. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി അല്ലേ? നമുക്ക് അധികം സമയമില്ല, അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. മറ്റുള്ളവർ കാത്തിരിക്കണ്ടല്ലോ വിളിക്കാൻ വേണ്ടിയിട്ട്. അവരെല്ലാം നമ്മളെ ചീത്ത പറയും. അപ്പൊ പറഞ്ഞത് അങ്ങനെ തുടർന്ന് വന്ന പോളിസി, അത് നമ്മുടെ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ കുറെ കൂടെ മുന്നോട്ട് പോയി. അന്ന് പിന്നെ ഓയിൽ കമ്പനികളായിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട എസ്ഒ എന്ന് പറയുന്ന, കാൽടാക്സ് എന്ന് പറയുന്ന, ബർമാഷെൽ എന്ന് പറയുന്ന സ്വകാര്യ അമേരിക്കൻ കമ്പനികളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് അത് നമ്മൾ പിന്നെ പൊതുമേഖലയാക്കി. അങ്ങനെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഉണ്ടായി, ഭാരത് പെട്രോളിയം ഉണ്ടായി, പൊതുമേഖല സ്വകാര്യ ബാങ്കുകൾ നമ്മളെടുത്തു. അത് പിന്നെ സർക്കാരിൻ്റെതായി. അങ്ങനെയെല്ലാം നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെയെല്ലാം മുന്നോട്ട് പോയത് അതേ കോൺഗ്രസ്സുകാർ തന്നെ പൊളിച്ചെഴുതി തുടങ്ങി വെച്ച അവരല്ലേ? ഈ പൊളിച്ചെടുത്ത് തുടങ്ങിയത് അവരല്ലേ? പൊളിച്ചെടുത്ത് തുടങ്ങിയപ്പോൾ നമ്മൾ പൊതുമേഖലയെ നമ്മൾ വീക്കാക്കി. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം വർദ്ധിച്ചു. നമുക്കിനിയും നമ്മളിപ്പം നമ്മുടെ രാജ്യം അങ്ങ് പറയുന്ന മൻമോഹൻ സിംഗിന്റെ കാലത്താണെങ്കിൽ അതോടുകൂടി നമ്മുടെ സാമ്പത്തിക രംഗം ശക്തിപ്പെടുകയല്ലേ ചെയ്തത്? സാമ്പത്തിക രംഗം അന്നത്തിനേക്കായി 100% പുഷ്ടിപ്പെട്ടു. അത് മാത്രമല്ല, ലോകത്തെ ഗ്ലോബലൈസേഷൻ ഒരു സാധനം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് കഴിഞ്ഞ 2014 ശേഷമുള്ള ഇന്ത്യയുടെ ഈ പോക്ക് മെല്ലെപ്പോക്ക് തന്നെയാണെന്ന് ഞങ്ങൾ എല്ലാവരും പറയും. ഇപ്പൊ ഞാൻ പറയുന്നത് അതല്ല മനു. ഒരു കാര്യം മനസ്സിലാക്കുക, അമേരിക്കയ്ക്ക് ഒരുപാട് പ്രാധാന്യമൊന്നും ഇന്ത്യക്കാരനെന്ന നിലയിൽ ഞങ്ങൾ ആരും കൊടുക്കുന്നില്ല. നരേന്ദ്രമോദി ബഹുമാനേന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്ക എന്തോ ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ
ഇന്ത്യയെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. കാരണം നമുക്ക് 34% ഡ്യൂട്ടി ആക്കുമ്പം 29% ഉണ്ടായിരുന്ന ഇറക്കുമതി പാകിസ്ഥാന് 19% ആക്കി കൊടുത്ത് കഴിഞ്ഞ ജൂലൈ 30 ട്രംപിന്റെ BBC-യിലൂടെ അദ്ദേഹം അമേരിക്ക കുറെ കൂടെ ഒരു സോഫ്റ്റ് ടു പാകിസ്ഥാൻ എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഏതായാലും ഇത് അങ്ങ് രണ്ടുപേരും ഏതായാലും നമുക്ക് ധാരാളം സമയം കിട്ടിയതാണ് തോന്നുന്നത്. പിന്നെ മറ്റ് പ്രേക്ഷകർ കൂടി ഉള്ളതുകൊണ്ടാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തോളാം. അതായത് ഇതേ ഇപ്പൊ അമേരിക്ക ഇന്ത്യൻ ഇതിന് 25% ഒക്കെ ഇത് കൂട്ടി എന്ന് പറയുന്നു. അതേ കളി ചൈനയോട് അതേ കളി ചൈനയോട് ട്രംപ് കളിച്ചല്ലോ. എന്നിട്ട് എന്തായി? ചൈന തിരിച്ചു കൊടുത്തപ്പം ട്രംപ് കീഴടങ്ങിയല്ലോ. 100% പേരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു ഓഹരി. എന്നിട്ട് എന്തായി? മല പോലെ ഒന്ന് എലി പോലെ പോയില്ലേ? ആ പേടി എന്തുകൊണ്ട് ട്രംപിന്? ആ പേടി ഇന്ത്യ ട്രംപിന് ആ തരത്തിലൊരു പേടിയില്ല. പേടി ഉണ്ടാക്കലാണ് നമ്മുടെ ലക്ഷ്യം. അല്ല ഞാൻ പറയട്ടെ ചേട്ടാ, ഇന്ത്യയിലെ ഏറ്റവും വലിയ 6 കമ്പനികളെ കരിമ്പട്ടികയിൽ പെടുത്തി അമേരിക്ക. അത് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഇവിടെ? നമ്മളെ 6 കമ്പനികളെ കരിമ്പട്ടികയിൽ പെടുത്തി. ആ പേര് വേണമെങ്കിൽ ഞാൻ പറയാം. അൽക്കെമിക്കൽ എന്ന് പറയും നമ്മളുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡിനെ കരിമ്പട്ടികയിൽ പെടുത്തിയിരിക്കുക. ഇറാനിൽ നിന്ന് സാധനം മേടിക്കുന്നുണ്ട് അമേരിക്ക നമ്മളുടെ കാര്യം തീരുമാനിക്കുന്ന. ഗ്ലോബൽ ഇൻഡസ്ട്രിയൽസ് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഏറ്റവും കൂടുതൽ നമ്മൾ കച്ചവടം ചെയ്യുന്ന ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ, പിന്നെ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞൊരു കമ്പനി, അതുപോലെ തന്നെ രാം നിക്കൽ എന്ന് പറഞ്ഞൊരു കമ്പനി, അത് കഴിഞ്ഞാൽ പെർമസ്റ്റാൻഡ് എന്ന് പറഞ്ഞ കമ്പനി. ഇവരെ അമേരിക്ക ആരാ നമ്മളെയൊക്കെ കരിമ്പട്ടികപ്പെടുത്താനും ഉപരോധം ഏർപ്പെടുത്താനും പോയി പണി നോക്കാൻ പറയണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിരുകെട്ട് അമേരിക്കയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. സൈനുദാസൻ, ഓക്കെ, നമുക്ക് മറ്റാളുകൾ കൂടി തീർന്നുകൊണ്ട് ഞാൻ മറ്റാളുകളിലേക്ക് കൂടി പോവുകയാണ്. സൈനുദാസൻ, നമസ്കാരം സർ. നമസ്കാരം. അങ്ങ് കുറച്ചേറെ കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ 2 ആശയ ധ്രുവങ്ങൾ തമ്മിൽ വ്യത്യാസമുള്ള ആളുകൾ, 2 ധ്രുവങ്ങളിലുള്ള ആളുകൾ വന്നപ്പോൾ ഞാൻ അവർ തമ്മിൽ എന്താ പറയുന്നത് നോക്കാൻ വേണ്ടി കുറച്ച് സമയം അവർക്ക് കൊടുത്തതാണ്. അതായത് അങ്ങനെ ഞങ്ങളുടെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. ഞാനും സാർ അമേരിക്കയിലൊക്കെ പോയിട്ടുള്ള ആളാണ്, ചൈനയിൽ പോയിട്ടുള്ള ആളാണ്, ശ്രീലങ്കയിൽ പോയിട്ടുള്ള ആളാണ്. അപ്പോ ഇന്ത്യ മഹാരാജ്യത്തെ സുഖം എവിടെ ഇല്ല സാറ്, സത്യം പറയുകയാണെങ്കിൽ. കാരണം നമുക്കെല്ലാം ഉണ്ട്. ഹലോ സർ. കേൾക്കുന്നു. നമുക്ക് നമ്മളൊരു സെൽഫ് കണ്ടെയ്ൻ കൺട്രിയാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറഞ്ഞാല്. വെള്ളത്തിന് വെള്ളം, ഉരുക്കിന് ഉരുക്ക്, എല്ലാ നല്ല സൈന്യം, ഇതൊക്കെ ഉണ്ട്, കേട്ടില്ലേ? അപ്പൊ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സാറേ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ നമ്മുടെ പ്രദീപ് എനിക്ക് ബർമുഡയിൽ നിന്ന് അയച്ച ദൃശ്യങ്ങൾ ഈ പൊതുവേദിയിൽ കാണിക്കാം എന്ന് പറഞ്ഞിരുന്നു. അത് വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ്. നമ്മുടെ ഒരു പൊതുവേദി പ്രേക്ഷകൻ അവിടെ നിന്ന് അയച്ചതാണ്. അപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രവീണ അപ്പോൾ ശരിയായി എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ദൃശ്യങ്ങൾ കാണാം. മനോഹരമായ ദൃശ്യങ്ങളാണ് ബർമുഡ ട്രയാങ്കിളിൽ നിന്ന് അയച്ചതാണ്. അപ്പോൾ ഈ പൊതുവേദിയിൽ ചില ആളുകൾ അതിൻ്റെ കമൻറ്റിലും എന്നോട് വന്നിരുന്നു ഈ പ്രദീപ് ബർമുഡയിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ അത് മനോഹരമായ ദൃശ്യങ്ങൾ ബർമുഡ ട്രയാങ്കിളിൻ്റെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് അവിടെ നിന്ന് അയച്ചു തന്ന ദൃശ്യങ്ങളാണ്. മനോഹരമായ നഗരം, ഏതാണ്ട് നമ്മുടെ കൊച്ചിയുടെയൊക്കെ ചില സ്വഭാവങ്ങൾ, നിർമ്മാണ മാതൃക രീതിയൊക്കെ ചിലയിടത്ത് ഞാൻ കണ്ടു. വെള്ളം ധാരാളമുണ്ട്. ഇവിടെ നിന്നാണ് പ്രദീപ് നമുക്ക് പൊതുവേദിയിലേക്ക് വിളിക്കുന്നത്. അവിടുത്തെ സമയവും നമ്മുടെ സമയവും 2 വ്യത്യസ്ത സമയമാണ്. അപ്പോൾ എന്നോട് ഒരിക്കൽ പറഞ്ഞ അലാറമൊക്കെ വെച്ച് രാവിലെ നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ പൊതുവേദിയിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കുക, അത്ര മനോഹരമായ ഒരു സ്ഥലം എന്ന രീതിയിൽ ഞാനത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ പ്രേക്ഷകർ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു. അദ്ദേഹം മൊബൈലിൽ ഷൂട്ട് ചെയ്തതാണ്, പക്ഷേ ഒരു ഡിജിറ്റൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കാണാൻ കഴിയും. കാറ്റൊക്കെ കൊണ്ട് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്.
യെസ്, ഓക്കെ. അതാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അതൊന്ന് പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം മനോഹരമായ ദൃശ്യങ്ങൾ, നമ്മുടെ നാട്, നമ്മളുമൊക്കെ ഇതുപോലെ ക്ലീനിനെസ്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണല്ലോ. അപ്പോൾ കേരളം മനോഹരം തന്നെ. അപ്പോൾ അവിടെ പക്ഷേ അവിടുത്തെ എന്നെ ആകർഷിച്ച അവിടുത്തെ ആ വൃത്തിയാണ്. അത് ആ ഒരു ശുചിത്വം. നമ്മുടെ ഈ കടൽ തീരത്തുമൊക്കെ ഇതുപോലെ ശുചിത്വം പാലിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. ശ്രീ ശിവദാസൻ ബാലരാപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേർന്നു. ശ്രീ ശിവദാസൻ കേൾക്കാമോ? എനിക്ക് തോന്നുന്നു ശിവദാസനുമായുള്ള ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം സംഭവിച്ചിരിക്കുന്നു. ഞാൻ ശിവദാസനിലേക്ക് വരാം. ഏതായാലും ലോക സമ്പദ് വ്യവസ്ഥ ഒരു അനിശ്ചിതത്വത്തിലൂടെ നീങ്ങുന്നു എന്നാണ് നരേന്ദ്രമോദി നാടിനെ ഓർമ്മപ്പെടുത്തുന്നത്. 25% തീരുവ അമേരിക്ക ചുമത്തുമ്പോൾ അതിന് കൃത്യമായൊരു മറുപടി ഇന്ത്യ നൽകണം എന്ന് നമ്മുടെ ചില പ്രേക്ഷകർ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഏതായാലും ഷിജു കിരിയത്ത് എന്നോട് പറയുന്നത് ബിനോയിയെ അദ്ദേഹം പുകഴ്ത്തുകയാണ്. അപ്പോൾ ഷിജു പറയുന്നത് ബിനോയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ബിനോയ് ഒരു വ്യാപാരി കോൺഗ്രസിൻ്റെ ആളാണെങ്കിലും അദ്ദേഹം ഒരു എക്സ്പോർട്ടർ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ പൊതുവേദിയിൽ വിളിക്കുന്ന പല ആളുകൾക്കും ഈ വിഷയങ്ങളുമായി വളരെ വ്യക്തമായ അടുപ്പമുണ്ട്. അവരതൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻകുട്ടി ബിനോയ് ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞ ന്യായം കൊള്ളാം. ചൈനയിലെ നയം ജനാധിപത്യത്തെ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് ജയകുമാർ പറയുന്നു. ഓക്കെ, അപ്പോൾ ജനാധിപത്യ ഇന്ത്യയിൽ പരിമിതികളുണ്ട്, എന്നാൽ ചൈനയ്ക്ക് അവരുടെ നേതാക്കൾ എന്ത് പറയുന്നു അത് നടപ്പിലാക്കാൻ പറ്റും എന്ന് വേറൊരാൾ പറയുന്നു. അപ്പോൾ ഷാജി ഭാസ്കരൻ പറയുന്നത് നയം മോശമായിരുന്നില്ല, ആ നെഹ്റുവിയൻ നയത്തിൽ നിന്ന് മാറി നമ്മൾ എന്നാണ് ഷാജി ഭാസ്കർ പറയുന്നത്. പൊതുമേഖല വിൽക്കാൻ തുടങ്ങിയത് കോൺഗ്രസ്സാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ഹെനൻ ഹരിദാസ് എന്നോട് പറയുന്നു, ഹലോ സാർ, ഹൗ ആർ യു? ഇന്നലെ പ്രൈം ഡിബേറ്റ് കണ്ട് സന്തോഷമുണ്ട്. കാരണം എല്ലാവരും BJP പറയുന്നത് കേൾക്കാൻ പോലും സമ്മതിക്കാതെ ആക്രമിച്ചു നിന്നപ്പോൾ നിങ്ങൾക്ക് ഇത് കുറേ അവസരങ്ങൾ നൽകി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നിറയെ പ്രേക്ഷകർ നമുക്കൊപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ചേർന്നുണ്ട്. രാജീവ് ബി നായർ പറയുന്നത് ജനസമ്പത്താണ് നമ്മുടെ ശക്തി, ഒത്തൊരുമിച്ചാൽ മലയും പോരും എന്നല്ലേ ഇപ്പോൾ ഇന്ത്യക്ക് ആരെയും ഭയക്കേണ്ടതില്ല എന്നൊക്കെ ആണ് പറയുന്നത്. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള വേണം എന്ന് നമ്മുടെ പ്രവീണ പറയുകയാണ്. നമുക്ക് ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഷോർട്ട് ബ്രേക്ക്.